അപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് സാർ എന്താ പറയുന്നത്? എല്ലാ നാടിനും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നാടിനും അവരുടേതായ ഫുഡിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. എങ്കിൽ കൂടെ ഫുഡ് ലവേഴ്സ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എല്ലായിടത്തും ഫുഡ് ലവേഴ്സ് ഉണ്ട്, പക്ഷേ ഫുഡിനെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കോഴിക്കോടുകാർ. ഇത് ഞാൻ പറയാൻ കാരണം കോഴിക്കോടുകാർ കോഴിക്കോട് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ എൻ്റെ പല റെസ്റ്റോറൻറ്റ്സിലും അല്ലെ എൻ്റെ ക്ലയൻസിൻ്റെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പല കോഴിക്കോടുകാർ കഴിക്കാൻ വരും. അവർ കഴിച്ച് ഒരു ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൗണ്ടറിലോ അല്ലെ ഇതിൻ്റെ മാനേജർ ആരെയാണെന്ന് വിളിച്ച് ഇത് പ്രശംസിക്കും, ഇത് നല്ല ഫുഡാണ്, ഇങ്ങനെ തന്നെ കൊടുക്കണം, ഞങ്ങൾ ഈ നാട്ടിൽ വരുമ്പം ഇവിടെ വരുന്നത് നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കോഴിക്കോടുകാർക്കൊരു ഫുഡിനോട് അത്ര ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് കൂടാതെ ഇനി ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതും അവർ പറയും. പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എന്നാലും മജോറിറ്റി ഉള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ഫുഡ് മോശമാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് പോവും, ആൾക്കാർ വരില്ല, നിങ്ങൾ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയും. എന്താ പറയുന്നത്, ഫുഡിനെ നന്നാക്കണം അല്ലെ ആ ഫുഡ് സെർവ് ചെയ്യുന്നവർ രക്ഷപ്പെടണമെന്നുള്ളൊരു രീതിയിലെ ആറ്റിറ്റ്യൂഡുള്ള ഒരു ആൾക്കാരാണ് കോഴിക്കോട് ഞാൻ കണ്ടതിൽ.